ഒരു കഥ അതെങ്ങനെയാണ് അവസാനിക്കേണ്ടത്? ജയിച്ചവർ ചിരിച്ചുകൊണ്ടും തോറ്റവർ കരഞ്ഞുകൊണ്ടും പിരിയുന്നതാണോ അവസാനം? അതോ ജയിക്കാൻ വേണ്ടി നമ്മൾ നൽകിയ വില ഓർത്ത് ചിരിക്കാനാകാതെ വിറങ്ങലിച്ച് നിൽക്കുന്നതാണോ യഥാർത്ഥ അവസാനം? ഈ ഫ്രാഞ്ചൈസിയുടെ അവസാനത്തെ അധ്യായം മാത്രമല്ല ഇത്. ആധുനിക വ്യവസായത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ധീരമായ സാമ്പത്തികമായിട്ടുള്ള ചലഞ്ചിൻ്റെ പൂർത്തീകരണം. കെവിൻ ഫൈജിയും ഡിസ്നിയും ചേർന്ന് 11 വർഷം കൊണ്ടും 21 സിനിമകൾ കൊണ്ടും സൂക്ഷ്മമായി പടുത്തുയർത്തിയ ഒരു കോർപ്പറേറ്റ് സാമ്രാജ്യത്തിൻ്റെ ഒരിക്കലും ആവർത്തിക്കാനാകാത്തൊരു മഹാവിസ്മയത്തിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ കഥ. ഒരു ബ്രാൻഡ് എങ്ങനെയാണ് ആഗോള പോപ്പ് കൾച്ചറിൻ്റെ ഏറ്റവും ഉയർന്ന കൊടുമുടി കീഴടക്കിയതെന്നതിൻ്റെയും ആ കൊടുമുടിയിൽ എത്തിയതിന് ശേഷം താഴേക്ക് മാത്രമേ വഴിയുള്ളൂ എന്ന ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യത്തിൻ്റെയും കഥ കൂടിയാണിത്. ഏപ്രിൽ 26 ലോകം മുഴുവൻ തിയേറ്ററുകളിലേക്ക് ഒഴുകി. ടിക്കറ്റ് കിട്ടാൻ വേണ്ടി വെബ്സൈറ്റുകൾ ക്രാഷായി. പുലർച്ചെ 3 മണിക്കും 4 മണിക്കും ഒക്കെ ഷോ നടന്നു. ഇതിനു മുൻപോ ഇതിനു ശേഷമോ സിനിമാ ചരിത്രത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അവർ വന്നത് ഒരു സിനിമ കാണാനല്ല, 11 വർഷം 22 സിനിമകൾ. അവരുടെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ ചിലവിട്ട ഒരു യാത്രയ്ക്ക് ഒഫീഷ്യലി വിട പറയാനാണ് അവർ വന്നത്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം സത്യത്തിലൊരു സിനിമയല്ല, അതൊരു മരണാനന്തര ചടങ്ങാണ്. അതൊരു ഉയർത്തെഴുന്നേൽപ്പുമാണ്. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാൻ നടത്തുന്ന അവസാനത്തെ നിരാശ നിറഞ്ഞ പോരാട്ടം. ഇൻഫിനിറ്റി വാറിൻ്റെ ക്ലൈമാക്സിന് ശേഷമുള്ള ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദതയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് വെണ്ണീറായി മാറി. ലോകമെമ്പാടും ആരാധകരുള്ള കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള സൂപ്പർ ഹീറോകൾ പൊടിയായി മാറി വക്കാണ്ടയിലെ കാറ്റിലും ടൈറ്റനിലെ ശൂന്യതയിലും മലിഞ്ഞു. മാർവൽ സ്റ്റുഡിയോസിനെ സംബന്ധിച്ചിടത്തോളം ആ ക്ലിഫ് ഹാങ്ങർ വെറും ഒരു കഥയുടെ ഗിമ്മിക്കായിരുന്നില്ല. അത് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ നെഞ്ചിലേക്ക് അവർ എടുത്തു വച്ച ഒരു വലിയ ഭാരമായിരുന്നു. ഒപ്പം അവരുടെ തന്നെ മുന്നിൽ ഉയർന്ന ഏറ്റവും വലിയ ബിസിനസ് ചലഞ്ചും. ഡിസ്നിയുടെ ബോർഡ് റൂമുകളിലും കോടിക്കണക്കിന് ആരാധകരുടെ മനസ്സിലും ഒരുപോലെ ഉയർന്നൊരു ചോദ്യം ഇതായിരുന്നു: ഇനി എന്ത്? തങ്ങളുടെ തന്നെ പ്രോഡക്റ്റിനെ പൂർണ്ണമായി നശിപ്പിച്ചുകൊണ്ട് ജനപ്രീതിയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ഒരു ബ്രാൻഡ് അവരെങ്ങനെയാണ് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് വിൽക്കുക? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബോക്സ് ഓഫീസ് കണക്കുകളെക്കുറിച്ചല്ല, അവതാറിനെ തോൽപ്പിച്ച കളക്ഷനെക്കുറിച്ചുമല്ല, മറിച്ച് ഓൺ യുവർ ലെഫ്റ്റ് എന്ന് കേട്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് കരഞ്ഞ കോടിക്കണക്കിന് മനുഷ്യരെക്കുറിച്ചാണ്. ഐ ലവ് യു 3000 എന്ന് കേട്ടപ്പോൾ ഹൃദയം തകർന്നവരെക്കുറിച്ചാണ്. ഇതാണ് ഫിനാലെ. ദിസ് ഈസ് ദ എൻഡ്. ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ ബിസിനസ് വശത്തേക്ക് നോക്കേണ്ടത്. ഇൻഫിനിറ്റി വാർ, എൻഡ് ഗെയിം എന്നീ 2 സിനിമകൾ ഒരേ സമയം ഷൂട്ട് ചെയ്യാനായിരുന്നു മാർവലിൻ്റെ ഡിസിഷൻ. ഏകദേശം $1 ബില്യൺ അടുത്തായിരുന്നു ഈ 2 സിനിമകളുടെയും കൂടി നിർമ്മാണ ചെലവ്. ഹോളിവുഡ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചൂതാട്ടം. ഒരു സിനിമ പരാജയപ്പെട്ടാൽ അടുത്ത സിനിമയെ ബാധിക്കുമെന്നുള്ള യാഥാർത്ഥ്യം. പക്ഷേ കെവിൻ ഫൈജി എന്ന ബിസിനസ് മാസ്റ്റർ മൈൻഡ് തൻ്റെ ബ്രാൻഡിൽ ഉറച്ച് വിശ്വസിച്ചു. ഡിസ്നി ഫോക്സ് ലേന നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ വിജയം ആഗോള വിപണിയിൽ ഡിസ്നിയുടെ മൂല്യം നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനമായിരുന്നു. ഹോളിവുഡ് മാർക്കറ്റിംഗ് ചരിത്രത്തിൽ എൻഡ് ഗെയിം നടപ്പിലാക്കിയ ഒരു തന്ത്രം അസാധാരണമായ സംഭവമാണ്. ആൻറ്റി മാർക്കറ്റിംഗ് അഥവാ നിശബ്ദതയെ ഒരു വാണിജ്യ ആയുധമാക്കി മാറ്റിയതിൻ്റെ മാസ്റ്റർ മൈൻഡ്. പരമ്പരാഗത ഹോളിവുഡ് ശൈലി അനുസരിച്ച് ഒരു വലിയ സിനിമ വിൽക്കേണ്ടത് പൊട്ടിത്തെറികളും കഥയുടെ ചുരുളഴിക്കലുകളും ശബ്ദമുഖരിതമായ ട്രെയിലറുകളും നൽകിക്കൊണ്ടാണ്. എന്നാൽ ഇൻഫിനിറ്റി വാർ നൽകിയ ട്രോമയ്ക്ക് ശേഷം മാർവൽ ചെയ്തത് അതിൻ്റെ നേരെ വിപരീതമാണ്. വേദനിപ്പിക്കുന്ന 7 മാസത്തോളം മാർവൽ സ്റ്റുഡിയോസ് പൂർണ്ണമായ ഒരു ബ്ലാക്ക് ഔട്ട് നിലനിർത്തി. അവർ ഒരു പോസ്റ്റർ പോലും ഇറക്കിയില്ല, ഒരു സിനോപ്സിസ് നൽകിയില്ല, സിനിമയുടെ പേര് എൻഡ് ഗെയിം എന്നാണെന്ന് പോലും സ്ഥിരീകരിക്കാത്ത ഒരു അവഞ്ചേഴ്സ് 4 എന്ന സങ്കല്പം നിലനിർത്തി. ഈ സിനിമ തുടങ്ങുന്നത് വലിയൊരു യുദ്ധത്തിലല്ല, ഒരു പരാജയത്തിലാണ്. താനോസിനെ തേടി പിടിച്ച് തോർ അവൻ്റെ തല വെട്ടുമ്പോഴേക്കും അവിടെ ആശ്വാസമില്ല. ഐ വെൻ ഫോർ ദ ഹെഡ് എന്ന് തോർ പറയുമ്പോൾ അത് പ്രതികാരമല്ല, തീരാത്ത നിരാശയാണ്. കാരണം കല്ലുകൾ നശിപ്പിക്കപ്പെട്ടു, ഇനി ഒന്നും ചെയ്യാനില്ല. പക്ഷെ പിന്നെ സ്ക്രീനിൽ തെളിയുന്ന ആ വാക്കുകളുണ്ട്: 5 years later. ഇവിടെയാണ് തിരക്കഥാകൃത്തുക്കളുടെ ധൈര്യം സമ്മതിക്കേണ്ടത്. സാധാരണ സിനിമകളിൽ പരാജയം എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ അത് 5 വർഷം. ലോകം മാറി, സ്റ്റേഡിയങ്ങൾ കാടുകയറി, തെരുവുകൾ വിജനമായി, തിമിംഗലങ്ങൾ ഹഡ്സൺ നദിയിൽ നീന്തി. ഹോളിവുഡ് ശൈലികൾ എപ്പോഴും നായകന്മാരെ പരാജയം അറിയാത്തവരായി നിലനിർത്താനാണ് ശ്രമിക്കാറുള്ളത്. എന്നാൽ മാർവൽ ഈ രീതിയെ പൂർണ്ണമായും ഉടച്ചു വാർത്തു. ടോണി സ്റ്റാർക്ക് എല്ലാം ഉപേക്ഷിച്ച് കുടുംബത്തോടൊപ്പം ജീവിക്കുകയും കാടിനുള്ളിലൊരു വീടുണ്ടാക്കി ഒരു മകളുമായിട്ടൊക്കെ ജീവിക്കാൻ തുടങ്ങി. ക്യാപ്റ്റൻ അമേരിക്ക നഷ്ടപ്പെട്ടവരുടെ ഗ്രൂപ്പ് തെറാപ്പിയിലിരുന്ന് മുന്നോട്ട് പോകണമെന്ന് സ്വയം കള്ളം പറഞ്ഞു. പക്ഷേ ഏറ്റവും വലിയ ആഘാതം തോറിൽ കാണാൻ പറ്റും. ആ വയറുള്ള മദ്യപാനിയായ വീഡിയോ ഗെയിം കളിച്ചിരിക്കുന്ന തോർ. ഇടിമിന്നലിൻ്റെ ദേവനെ ഇത്തരത്തിലൊരു വിഷാദ രോഗിയാക്കി മാറ്റുക എന്നുള്ളതൊരു റിസ്ക്കാണ്. പക്ഷേ പലരും അതിനെ തമാശയായിട്ട് കാണുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അത് ഡിപ്രഷൻ്റെ ഏറ്റവും ഭീകരമായ മുഖമാണെന്ന് കാണാം.
എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പതനം. അതുപോലെ തന്നെ ക്ലിൻറ്റ് ബാർട്ടനെ ഒരു കൊലയാളിയാക്കിയതും അദ്ദേഹത്തെ ക്രൂരനാക്കിയതും ബ്രൂസ് ബാനറിനെ സ്മാർട്ട് ഹൾക്കാക്കാൻ നിർബന്ധിതരാക്കിയതും ഒക്കെ തന്നെ ഈ തകർച്ചയുടെ ആഴം കാണിക്കുന്നു. ഈ 5 വർഷത്തെ ഗ്യാപ്പാണ് എൻഡ് ഗെയിമിനെ വെറും ഒരു ആക്ഷൻ സിനിമയിൽ നിന്ന് ഒരു ഇമോഷണൽ ഡ്രാമയാക്കുന്നത്. അവർക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് പ്രേക്ഷകർക്ക് അനുഭവിപ്പിച്ചു കൊടുത്തു. വൈബ്രേനിയം ഷീൽഡുകൾക്കും മാന്ത്രിക ചുറ്റികൾക്കും അപ്പുറം അവർ എത്രമാത്രം ദുർബലരായ മനുഷ്യരാണ് എന്നത് തെളിയിച്ചു. പരാജയത്തെക്കുറിച്ചുള്ള ഭയവും മരിച്ചവരെക്കുറിച്ചുള്ള ഓർമ്മകളും അവരെ വേട്ടയാടി. ഈ ഒരു വൈകാരിക അടിത്തറ ഇല്ലാതെ നേരെ ഒരു ആക്ഷൻ ക്ലൈമാക്സിലേക്ക് പോയാൽ അതൊരു വെറും ഡിജിറ്റൽ ബഹളമായി മാത്രം മാറിയേനെ. ഈ 5 വർഷത്തെ ഗ്യാപ്പ് എന്ന പ്ലോട്ട് പോയിന്റ് രഹസ്യമാക്കി വയ്ക്കാൻ മാർവൽ ചിലവാക്കിയത് കോടിക്കണക്കിന് രൂപയാണ്. സ്ക്രിപ്റ്റുകൾ ചോരാതിരിക്കാൻ നടന്മാർക്ക് പോലും വ്യാജ സ്ക്രിപ്റ്റ് കൊടുത്തു. മാർക്കറ്റിംഗ് ബഡ്ജറ്റ് മാത്രം $200 മില്യൺ ആയിരുന്നു. ഡോണ്ട് സ്പോയിൽ ദ എൻഡ് ഗെയിം എന്ന ക്യാമ്പയിൻ വഴി സോഷ്യൽ മീഡിയയിൽ ഒരു ഹൈപ്പ് എക്കോണമി അവർ ഉണ്ടാക്കി. സ്പോയിലർ ഭയന്ന ആളുകൾ ആദ്യ ദിനം തന്നെ തിയേറ്ററിൽ എത്തുമെന്ന് അവർ ഉറപ്പിച്ചു. ഇതൊരു മാനസികമായ ഓപ്പറേഷൻ കൂടിയായിരുന്നു. യാതൊരു വിവരവും കൊടുക്കാതെ ആ ശൂന്യത നികത്താൻ മാർവൽ ഇൻ്റർനെറ്റിനെ നിർബന്ധിതമാക്കി. തിയറികളും വീഡിയോകളും ഉണ്ടാക്കി ഫാൻസും കാണികളും യൂട്യൂബേഴ്സും അവർക്ക് വേണ്ടി പ്രതിഫലമില്ലാതെ മാർക്കറ്റിംഗ് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ ട്രെയിലർ വന്നപ്പോൾ തന്നെ അത് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിയിട്ടുണ്ട്. അതിൽ യുദ്ധങ്ങളില്ല, ആവേശമുണർത്തുന്ന സംഗീതമില്ല, ഭക്ഷണം പോലുമില്ലാതെ ബഹിരാകാശത്ത് തണുത്തുറഞ്ഞ ടോണി സ്റ്റാർക്ക് തൻ്റെ പങ്കാളിക്ക് നൽകുന്ന പ്രതീക്ഷയേറ്റ വിടവാങ്ങൽ സന്ദേശമാണ് അതിൽ ഉണ്ടായിരുന്നത്. ആ ട്രെയിലറിൽ കാണിച്ച ദൃശ്യങ്ങൾ 3 മണിക്കൂർ ദൈർഘ്യമുള്ള ആ സിനിമയുടെ ആദ്യത്തെ 15 മിനിറ്റിൽ നിന്ന് മാത്രമുള്ളതായിരുന്നു. അതിലുപരി കോടിക്കണക്കിന് ഡോളറിൻ്റെ മെർച്ചൻഡൈസ് ബിസിനസ് നൽകുന്ന സ്പൈഡർമാൻ, ബ്ലാക്ക് പാന്തർ പോലെയുള്ള കഥാപാത്രങ്ങളെ മാർക്കറ്റിങ്ങിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറ്റി നിർത്തി. ഒരു സാധാരണ കോർപ്പറേറ്റ് ലോകത്ത് ഇതിൻ്റെ പേരിൽ പലർക്കും ജോലി പോകും. പക്ഷേ മാർവൽ തങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. അവർ ആ മരണങ്ങളെ സത്യങ്ങളായി തന്നെ കണക്കാക്കി. സ്പെക്ടക്കിളല്ല, നഷ്ടബോധമാണ് തങ്ങളുടെ ഏറ്റവും വലിയ ആയുധമെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ വിറ്റത് സങ്കടമായിരുന്നു. ആ സങ്കടത്തിനുള്ള മരുന്ന് വാങ്ങാൻ ലോകം മുഴുവൻ കാത്തു നിൽക്കുകയും ചെയ്തു. പ്രതീക്ഷയുടെ ഒരു ചെറിയ കണം വരുന്നത് ഒരു എലിയിലൂടെയാണ്. സ്കോട്ട് ലാങ് ക്വാണ്ടം റിയലത്തിൽ നിന്ന് തിരിച്ചു വരുന്നു, ടൈം ട്രാവൽ. പക്ഷേ മാർവൽ ഈ അവസരത്തിൽ ഉപയോഗിച്ചത് വെറുതെ കല്ലുകൾ മോഷ്ടിക്കാനല്ല, മറിച്ച് കഴിഞ്ഞ 10 വർഷത്തെ തങ്ങളുടെ തന്നെ ചരിത്രത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാനാണ്. ഇതൊരു വിക്ടറി ലാപ്പായിരുന്നു. ആരാധകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങളിലൂടെ അവർ വീണ്ടും സഞ്ചരിച്ചു. സയൻസ് ഫിക്ഷൻ സിനിമകളിൽ ടൈം ട്രാവൽ എപ്പോഴും ഒരു ഗിമ്മിക്കായി മാറാറുണ്ട്. എന്നാൽ ഇവിടെ ഇതൊരു ടൈം ട്രാവൽ മാത്രമായിരുന്നില്ല, മറിച്ച് പ്രേക്ഷകരുടെ വൈകാരിക നിക്ഷേപത്തിൻ്റെ മേൽ നടത്തിയ ഒരു ബുദ്ധിപൂർവമായിട്ടുള്ള ഓഡിറ്റായിരുന്നു. ബ്രാൻഡ് ഇക്വിറ്റി എങ്ങനെ മുതലാക്കാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം 2012 ന്യൂയോർക്ക്, ആദ്യത്തെ അവഞ്ചേഴ്സ് സിനിമ. ലിഫ്റ്റിലെ ആ സീനില്ലേ, ക്യാപ്റ്റൻ അമേരിക്ക ഹെയിൽ ഹൈഡ്ര എന്ന് പറഞ്ഞ് ഹൈഡ്ര ഏജൻറ്റുമാരെ പറ്റിക്കുന്ന സീൻ, അത് വെൻഡർ സോൾജിയർ എന്നുള്ള സിനിമയ്ക്കുള്ള ട്രൈബ്യൂട്ടായിരുന്നു. പിന്നെ 2013 അസ്ഗാർഡ്, തോർ തൻ്റെ മരിച്ച അമ്മയെ വീണ്ടും കാണുന്നു. ഭാവിയെക്കുറിച്ചോർത്ത് നീ പേടിക്കേണ്ട, നീ ആരാണോ അതായിട്ട് ജീവിക്കുക എന്ന് അമ്മ പറയുമ്പോൾ തോർ വീണ്ടും യോഗ്യനാകുന്നു. മ്യോൾനീർ കയ്യിലേക്ക് വരുമ്പോൾ അയാളുടെ മുഖത്ത് ആശ്വാസം ഉണ്ടാകുന്നു. പിന്നെ 1970 പട്ടാള ക്യാമ്പിൽ വെച്ച് ടോണി സ്റ്റാർക്ക് തൻ്റെ അച്ഛനെ കാണുന്നു. ഒരിക്കലും പറയാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ ഒരു അപരിചിതനെ പോലെ നിന്ന് സംസാരിക്കുന്നു. ഞാൻ എൻ്റെ അച്ഛന് നന്ദി പറഞ്ഞില്ല എന്ന് ടോണി പറയുമ്പോൾ അത് ടോണിയുടെ ആർക്ക് പൂർത്തിയാക്കുകയാണ്. 11 വർഷമായി തങ്ങളുടെ സമയവും പണവും വികാരങ്ങളും ഈ യൂണിവേഴ്സിലേക്ക് നൽകിയ പ്രേക്ഷകർക്കുള്ളൊരു ഡിവിഡൻ്റ് ആയിരുന്നു ആ ടൈം ഹേസ്റ്റ്. തുടക്കം മുതൽ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ, നിങ്ങൾ ആ ചരിത്രം മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഇത് നിങ്ങൾക്കുള്ളതാണ് എന്നവർ അടിവരയിട്ട് പറഞ്ഞു. പ്രൊഡക്ഷൻ്റെ വശത്ത് നിന്ന് നോക്കുമ്പോൾ പഴയ ലൊക്കേഷനുകൾ ഉപയോഗിക്കുന്നത് ബഡ്ജറ്റ് കുറയ്ക്കാൻ സഹായിക്കുമെങ്കിലും മാനസികമായിട്ടത് പ്രേക്ഷകരിൽ വലിയൊരു നൊസ്റ്റാൾജിയ സൃഷ്ടിച്ചു. പക്ഷേ ഈ യാത്രയ്ക്കൊരു വിലയുണ്ടായിരുന്നു. വോർമിർ, നതാഷ റോമനോഫ്, അവഞ്ചേഴ്സ് എന്ന കുടുംബത്തെ കൂട്ടിയിണക്കിയ കണ്ണി. ക്ലിൻറ്റ് ബാർട്ടന് പകരം അവൾ സോൾസ്റ്റോണിന് വേണ്ടി സ്വയം താഴേക്ക് ചാടുന്നു. എന്നെ പോകാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞ് അവൾ കൈവിടുന്ന ആ നിമിഷം തിയേറ്ററിൽ പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. ഒരാത്മാവിന് പകരം മറ്റൊരാത്മാവ്. ജയത്തിന് മുൻപേ അവർക്ക് വലിയൊരു നഷ്ടമുണ്ടായി. ഈ ചാപ്റ്ററിൽ നമ്മൾ കണ്ടത് ഹോളിവുഡിലെ ഏറ്റവും വലിയ കോൺട്രാക്ട് ലോജിസ്റ്റിക്സ് ആണ്. അതായത് റോബർട്ട് ഡൗണി ജൂനിയർ, ക്രിസ് ഇവാൻസ്, സ്കാർലറ്റ് ജോഹാൻസൺ തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളുടെ കോൺട്രാക്റ്റുകൾ അവസാനിക്കുന്ന സിനിമ. റോബർട്ട് ഡൗണി ജൂനിയർ ഈ സിനിമയ്ക്ക് വേണ്ടി മാത്രം $75 മില്യൺ വാങ്ങിയത്. ഇത്രയും വലിയൊരു താരനിരയെ ഒരേ ഷെഡ്യൂളിൽ കൊണ്ടുവരിക എന്നത് ബിസിനസ് പരമായിട്ട് അസാധ്യമാണ്. പക്ഷേ അവരത് സാധിച്ചു. തിരക്കഥ കേവലം ഒരു കലയുടെ സൃഷ്ടി മാത്രമായിരുന്നില്ല. സോ അതിലൊരു കോർപ്പറേറ്റ് യാഥാർത്ഥ്യം കൂടി നമുക്ക് കാണാം. 2008 ആദ്യത്തെ അയൺമാനിൽ റോബർട്ട് ഡൗണി ജൂനിയർ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന് വെറും $5 ലക്ഷം പ്രതിഫലമായിട്ട് കിട്ടിയത്. കാരണം അന്ന് ഹോളിവുഡിൽ അദ്ദേഹം ഒരു ലയബിലിറ്റി ആയിരുന്നു, ബാധ്യതയായിരുന്നു. എന്നാൽ എൻഡ് ഗെയിമിൽ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലാഭവിഹിതം ഡിസ്നിയുടെ സാമ്പത്തിക ഘടനയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് വളർന്നു. അതുകൊണ്ട് കെവിൻ ഫൈഗിക്ക് മുന്നിലുണ്ടായിരുന്ന ചലഞ്ച് താനോസിനെ തോൽപ്പിക്കും എന്നതിനപ്പുറം ഈ കഥാപാത്രങ്ങളെ കൂടി എങ്ങനെ ഓർഗാനിക്കായി, ഇമോഷണലായി എന്നേക്കുമായിട്ട് റിട്ടയർമെൻറ്റ് കൊടുക്കുമെന്നുള്ളതിലായിരുന്നു.
HR ഡിപ്പാർട്ട്മെൻറ്റിലെ കോൺട്രാക്ട് റദ്ദാക്കലുകളെ സ്ക്രീനിലെ വീരോചിതമായിട്ടുള്ള ജീവത്യാഗങ്ങളാക്കി മാറ്റിയ മാന്ത്രികതയാണ് നമ്മളവിടെ കണ്ടത്. ഇത് ആ സിനിമയുടെ ഇമോഷണൽ വെയിറ്റ് 100 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. നമ്മൾ കണ്ടത് വെറും കഥാപാത്രങ്ങളുടെ മരണമായിരുന്നില്ല, ഒരു തലമുറയെ നിർവചിച്ച നടന്മാർ തങ്ങളുടെ റോളുകളോട് പറയുന്ന യാത്രാമൊഴി കൂടിയായിരുന്നു. ഹൾക്ക് വിരൽ ഞൊടിച്ച് എല്ലാവരും തിരിച്ചു വരുന്ന നിമിഷം. പക്ഷേ ആഘോഷിക്കാൻ സമയമില്ലാതെ 2014 നിന്നുള്ള താനോസ് തൻ്റെ മുഴുവൻ സൈന്യവുമായിട്ട് അവഞ്ചേഴ്സ് ആസ്ഥാനം ബോംബിട്ട് തകർത്തു. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പൊടി പിടിച്ച് ചോരയൊലിപ്പിച്ച് 3 പേര് നടന്നു വരുന്നുണ്ട്. അയൺമാൻ, ക്യാപ്റ്റൻ അമേരിക്ക, തോർ. എതിർവശത്ത് താനോസ് ഒറ്റയ്ക്ക്. സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗൂസ് ബംസ് മൊമെൻ്റ് ആയിരുന്നു അവിടെ. താനോസ് തോറിനെ കൊല്ലാൻ പോകുമ്പോൾ മ്യോൾനീർ തനിയെ ഉയരുന്നുണ്ട്. അത് ചെന്ന് പിടിക്കുന്നത് തോറല്ല, ക്യാപ്റ്റൻ അമേരിക്കയാണ്. 2015 അൾട്രോൺ സിനിമയിൽ ആ ചുറ്റിക ഒന്ന് അനങ്ങിയപ്പോൾ നമ്മൾ ആ ശ്വാസം അടക്കി പിടിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ക്യാപ്റ്റൻ അത് കറക്കുന്നു, മിന്നൽ പ്രവഹിക്കുന്നു, താനോസിനെ അടിച്ചൊതുക്കുന്നു. തിയേറ്ററുകൾ അക്ഷരാർത്ഥത്തിൽ കുലുങ്ങി. പക്ഷേ താനോസ് ശക്തനാണ്. ക്യാപ്റ്റൻ്റെ ഷീൽഡ് അവൻ വെട്ടിക്കീറി. തളർന്നു വീണ ക്യാപ്റ്റൻ ആ ഭീമൻ സൈന്യത്തിൻ്റെ മുന്നിൽ ഒറ്റയ്ക്ക് നിന്നു. വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ പൊട്ടിയ ഷീൽഡിൻ്റെ സ്ട്രാപ്പ് മുറുക്കി ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ തയ്യാറെടുത്തു. അപ്പോഴാണ് ആ ശബ്ദം കേൾക്കുന്നത് ഹെഡ്സെറ്റിലൂടെ. സ്റ്റാറ്റിക്കിനിടയിൽ ഒരു പരിചിതമായ ശബ്ദം. ക്യാപ്റ്റൻ, ഡു യു റീഡ് മീ ഓൺ യുവർ ലെഫ്റ്റ്? സാം വിൽസൺ. ഒരു സ്വർണ്ണവായുവിൽ വൃത്തം തെളിയുന്നുണ്ട്. അതിലൂടെ വക്കാണ്ടയിൽ നിന്ന് വെളിച്ചം വരുന്നു. ബ്ലാക്ക് പാന്തർ, ഷൂരി, ഓക്കോയ്, പിന്നെ ആകാശത്ത് ഫാൽക്കൺ, ചാറ്റിനിൽ നിന്ന് ഡോക്ടർ സ്ട്രേഞ്ച്, സ്പൈഡർമാൻ, ഗാർഡിയൻസ്, അസ്കാർഡിയൻ സൈന്യം, മാന്ത്രികർ, പെപ്പർ പോട്ട്സ്. അലൻ സിൽവസ്ട്രിയുടെ പോർട്ടൽസ് എന്ന സംഗീതം പശ്ചാത്തലത്തിൽ മുഴങ്ങുമ്പോൾ 11 വർഷമായി നമ്മൾ കണ്ട ഓരോ മുഖവും ആ യുദ്ധകളത്തിലേക്ക് വന്നിറങ്ങി. ക്യാപ്റ്റൻ അമേരിക്ക മോൾനീർ കയ്യിലെടുത്ത് ആ ചരിത്രപരമായിട്ടുള്ള ആഹ്വാനം നൽകി. അവഞ്ചേഴ്സ്. സിനിമാറ്റിക് സ്കെയിലിങ്ങിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 10 മിനിറ്റ് സീൻ. വെറുമൊരു കഥ പറച്ചിലിനപ്പുറം അതൊരു കോർപ്പറേറ്റ് ആധിപത്യത്തിൻ്റെ പ്രകടനം കൂടിയായിരുന്നു. ആ സ്വർണ്ണവൃത്തത്തിനുള്ളിലൂടെ പറന്നു വന്നത് ഡിസ്നി മാർവൽ കുടക്കീഴിലുള്ള കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള അസറ്റുകളാണ്. പരാജയപ്പെട്ടുപോയ യൂണിവേഴ്സൽ സ്റ്റുഡിയോസിൻ്റെ ഡാർക്ക് യൂണിവേഴ്സിനും വാർണർ ബ്രദേഴ്സിൻ്റെ ഡിസ്നിക്കും ഒരിക്കലും എത്തിപ്പിടിക്കാൻ കഴിയാത്തൊരു കൊടുമുടിയിലാണ് കെവിൻ ഫൈജി തൻ്റെ കൊടി നാട്ടിയത്. ആ ഒരൊറ്റ ഫ്രെയിമിലുണ്ടായിരുന്ന നടന്മാരുടെ മൊത്തം പ്രതിഫലം എന്നത് ഹോളിവുഡിലെ ഒരു ശരാശരി ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ മുഴുവൻ ബഡ്ജറ്റിനേക്കാൾ കൂടുതലായിരുന്നു. ഈ ഒരു സീൻ പൂർത്തിയാക്കാൻ 14ലധികം VFX കമ്പനികൾ രാപ്പകൽ അധ്വാനിച്ചു. സിനിമയുടെ റിലീസിന് ഏകദേശം ആഴ്ചകൾ മുമ്പ് വരെ വർക്കുകൾ നടന്നിട്ടുണ്ട്. ഈ രംഗം തിയേറ്ററിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റാണ് സിനിമയെ $2.7 ബില്യൺ നയിക്കുന്നത്. വെറും ഒരു ആക്ഷൻ സീൻ എന്നതിലുപരി ഇത് മാർവലിൻ്റെ 22 സിനിമകളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി മൂല്യം ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഓരോ പോർട്ടലിലൂടെയും വന്നത് കോടിക്കണക്കിന് ഡോളർ മൂല്യമുള്ള ഫ്രാഞ്ചൈസികളായിരുന്നു. തിയേറ്ററുകളിൽ മുഴങ്ങിക്കേട്ട വലിയ കയ്യടികൾ കേവലം ആവേശമായിരുന്നില്ല, അതൊരു ബ്രാൻഡിന് ലോകം നൽകിയ യഥാർത്ഥ വാലിഡേഷനാണ്. ഒരു സിനിമ എന്നതിനപ്പുറം പ്രേക്ഷകർക്ക് ലഭിച്ച ഏറ്റവും വലിയ കഥാർസിസ്. ആ യുദ്ധം വെറും ഗ്രാഫിക്സ് ആയിരുന്നില്ല, ഓരോ ഹീറോയ്ക്കും അവരുടെ നിമിഷം കിട്ടി. സ്പൈഡർമാൻ ടോണിയെ കെട്ടിപ്പിടിക്കുന്നു, ക്യാപ്റ്റൻ മാർവൽ താനോസിൻ്റെ കപ്പൽ തകർക്കുന്നു, സ്ത്രീകൾ ഒന്നിച്ചു പോരാടുന്നു. പക്ഷേ അവസാനം എല്ലാം പഴയതുപോലെയായി. താനോസിൻ്റെ കയ്യിൽ ഇൻഫിനിറ്റി ഗൗൺലെറ്റ് എത്തി. ഐ ആം ഇന്നവിറ്റബിൾ എന്ന് പറഞ്ഞ് അവൻ വിറഞ്ഞൊടിക്കുന്നു. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. അവൻ നോക്കുമ്പോൾ കല്ലുകളില്ല. അകലെ മുട്ടുകുത്തി നിൽക്കുന്ന ടോണി സ്റ്റാർക്കിൻ്റെ കയ്യിൽ നാനോ ടെക്നോളജിയിലൂടെ കല്ലുകൾ സ്ഥാനം പിടിക്കുന്നു. ആ ഊർജ്ജം ടോണിയുടെ ശരീരത്തെ കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ സ്ട്രേഞ്ച് ഇൻഫിനിറ്റി വാറിൽ പറഞ്ഞ ആ ഒരൊറ്റ അവസരം ഇതാണെന്ന് ടോണിക്ക് മനസ്സിലായി. 2008 ഞാനാണ് അയൺമാൻ എന്ന് പറഞ്ഞ് തുടങ്ങിയ ആ യാത്ര അതേ വാക്കുകളിൽ അവസാനിപ്പിക്കാൻ വിധിക്കപ്പെട്ട ടോണി. ആൻഡ് താനോസും സൈന്യവും മണ്ണായി മാറുന്നു. പക്ഷേ ടോണി പീറ്റർ പാർക്കറിൻ്റെയും പെപ്പറിൻ്റെയും മുന്നിൽ വെച്ച് അവൻ കണ്ണടയ്ക്കുന്നു. ആർക്ക് റിയാക്റ്റിലെ വെളിച്ചം അണയുന്നു. ആ സൈലൻസ് ഇൻഫിനിറ്റി വാറിലെ നിശബ്ദതയല്ല, ഇത് ബഹുമാനത്തിൻ്റെ സൈലൻസാണ്, നന്ദിയുടെ സൈലൻസാണ്. ആധുനിക സിനിമയിൽ ഇത്രയും കൃത്യമായി എഴുതപ്പെട്ട മറ്റൊരു ക്യാരക്ടർ ആർക്കില്ല. സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഗുഹയിൽ വെച്ച് സ്യൂട്ട് ഉണ്ടാക്കിയ ഒരു സ്വാർത്ഥനായ കോടീശ്വരൻ പ്രപഞ്ചത്തെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകാൻ തയ്യാറാകുന്നു. ഈ മരണത്തിലൂടെ മാർവൽ തങ്ങളുടെ ഏറ്റവും വലിയ ക്യാഷ് കവിനെ എന്നേക്കുമായി വിരമിപ്പിച്ചു. ഒപ്പം ക്യാപ്റ്റൻ അമേരിക്കയെ ഭൂതകാലത്തിലേക്ക് വിട്ട് പെഗ്ഗി കാർട്ടർക്കൊപ്പം ജീവിക്കാൻ അനുവദിച്ച് അദ്ദേഹത്തെയും പിൻവലിച്ചു. ബ്ലാക്ക് വിഡോ വോർമിറിൻ്റെ മലമുകളിൽ നിന്ന് ചാടി മരിച്ചു. തങ്ങളുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായ ഏറ്റവും ജനപ്രീതിയുള്ള 3 കഥാപാത്രങ്ങളെ ഒറ്റയടിക്ക് ഇല്ലാതാക്കുക എന്നുള്ളത് തികച്ചും സാമ്പത്തികമായിട്ടുള്ള സൂയിസൈഡാണ്. എന്നാൽ ബ്രാൻഡിൻ്റെ ലെഗസി നിലനിർത്താൻ മാർവൽ അത് ചെയ്യുന്നു. കാശിന് വേണ്ടി കഥാപാത്രങ്ങളെ അനാവശ്യമായി വലിച്ചു നീട്ടാതെ അവർക്ക് അർഹിച്ച കാവ്യാത്മകമായി വിടവാങ്ങൽ നൽകിയതിലൂടെ എൻഡ് ഗെയിം ഒരു സൂപ്പർ ഹീറോ സിനിമ എന്നതിനപ്പുറം ഒരു ആധുനിക ഇതിഹാസമായി മാറി. അനന്തമായ സാമ്പത്തിക ലാഭത്തേക്കാൾ അവർ കഥയുടെ സത്യസന്ധതയ്ക്ക് വില കൊടുത്തു. ടോണിയുടെ ശവസംസ്കാരം ഒരു സിനിമാ സീനായിരുന്നില്ല, അത് മാർവൽ സ്റ്റുഡിയോസിൻ്റെ ഒരു കുടുംബ ചിത്രമാണ്. നിക് ഫ്യൂരി മുതൽ ഹാർലി കീനർ വരെ അവിടെ ഉണ്ടായിരുന്നു.
പിന്നെ സ്റ്റീവ് റോജേഴ്സ്, കല്ലുകൾ തിരികെ വെക്കാൻ പോയ ക്യാപ്റ്റൻ തിരിച്ചു വന്നില്ല. പകരം അവിടെ ഇരിക്കുന്ന ബെഞ്ചിൽ ഒരു വയസ്സായ മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. സ്റ്റീവ് റോജേഴ്സ് എൻ്റെ ജീവിതം ജീവിച്ചു. അവൻ പെഗി കാർട്ടറുടെ അടുത്തേക്ക് പോയി 70 വർഷം മുമ്പ് നഷ്ടപ്പെട്ട ആ ഡേറ്റ്, ആ ഡാൻസ് അത് പൂർത്തിയാക്കി. ഷീൽഡ് അങ്ങനെ സാമിന് കൊടുത്തു. അതിലൂടെ 2 തൂണുകൾ വീണു. ഒരാൾ മരിച്ചു, ഒരാൾ റിട്ടയർഡായി. ആ സത്യസന്ധതയ്ക്ക് ലഭിച്ച സാമ്പത്തിക പ്രതിഫലം ബോക്സ് ഓഫീസ് ചരിത്രം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒന്നായിരുന്നു. 2019 ഏപ്രിൽ 26 ആ വാരാന്ത്യം സിനിമാ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സമവാക്യങ്ങളെ അത് തിരുത്തി. ആവശ്യക്കാരുടെ എണ്ണം ഇൻ്റർനെറ്റിനെ വരെ തകർത്തു. തിയേറ്ററുകളിൽ 24 മണിക്കൂറും ഷോ വന്നു. പുലർച്ചെ 3 മണിക്കുള്ള ഷോകളിൽ പോലും കരയുന്ന പ്രേക്ഷകരെ കൊണ്ട് ഹാള് നിറഞ്ഞു. ആദ്യത്തെ വീക്കെൻഡിൽ മാത്രം $1.2 ബില്യൺ. വെറും 72 മണിക്കൂർ കൊണ്ട് എൻഡ് ഗെയിം നേടിയത് പല ബ്ലോക്ക് ബസ്റ്റർ സിനിമകളും തങ്ങളുടെ ആയുഷ്കാലം കൊണ്ട് നേടിയ തുകയേക്കാൾ കൂടുതൽ പൈസയാണ്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം $2.79 ബില്യൺ നേടി അവതാറിനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സിനിമയായി. ഡിസ്നി മുടക്കിയ $500 മില്യൺ കിട്ടിയത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ലാഭം. എന്നാൽ പണത്തേക്കാൾ ഉപരി ആ സിനിമ ലോകത്തിൻ്റെ മുഴുവൻ ചർച്ചാ വിഷയമായി. അതിലുപരി അതൊരു കാര്യത്തെ ഓർമ്മിപ്പിച്ചു. ഒരു ഫ്രാഞ്ചൈസിക്ക് സ്നേഹം കൊണ്ട്, ക്ഷമ കൊണ്ട്, കൃത്യമായ പ്ലാനിംഗ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇനിയൊരു സിനിമയ്ക്കും ഇതുപോലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? സംശയമാണ്. കാരണം നമ്മൾ കണ്ടതൊരു സിനിമയല്ല, നമ്മൾ കണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കൃത്യമായ പ്ലാനിങ്ങും പ്രേക്ഷകരോട് ഇമോഷണൽ ബോണ്ടും ഉണ്ടെങ്കിൽ ഒരു ബ്രാൻഡിന് ലോകം കീഴടക്കാം. എൻഡ് ഗെയിം എന്ന് പറയുന്ന സിനിമ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിനെ ഒരു കേവലം സ്റ്റുഡിയോയിൽ നിന്നൊരു ആഗോള കൾച്ചറൽ ഫിനോമിനാക്കി മാറ്റി. ഇതിൻ്റെ ലാഭം എന്ന് പറയുന്ന ഡോളറുകളിലല്ല, മറിച്ച് വരും തലമുറകളിലേക്കുള്ള മാർവലിൻ്റെ അപ്രമാദിത്വമാണ്. എങ്കിലും എല്ലാ വലിയ വിജയങ്ങൾക്കും പിന്നിലും ചില ശാപങ്ങളുണ്ട്. ഏറ്റവും ഉയർന്ന കൊടുമുടിയിലെത്തിയാൽ പിന്നെ താഴേക്ക് മാത്രമേ വഴിയുള്ളൂ. എൻഡ് ഗെയിം മാർവലിന് നൽകിയ ഏറ്റവും വലിയ ചലഞ്ച് അതിൻ്റെ പെർഫെക്ഷനാണ്. പ്രപഞ്ചത്തിൻ്റെ പകുതി ജീവനെ രക്ഷിച്ച ഒരു കഥ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താ? പിന്നെ വരുന്നത് മൾട്ടിവേഴ്സാ, അനന്തമായ യൂണിവേഴ്സ്, അനന്തമായ ടൈം ലൈൻ. അവിടെ പ്രശ്നമുണ്ട്. എല്ലാ കഥാപാത്രങ്ങൾക്കും അനന്തമായ വേരിയൻ്റ് ഉണ്ടെങ്കിൽ പിന്നെ മരണത്തിൻ്റെ പ്രസക്തി എന്താ? ത്യാഗത്തിന് എന്താ വില? അനന്തതയിലേക്ക് സ്കെയിൽ ചെയ്യുമ്പോൾ ആ സിനിമയുടെ വികാരങ്ങൾ ഇല്ലാതാകും. എൻഡ് ഗെയിം വിജയിച്ചത് അതിൻ്റെ കൃത്യമായ സമയവും ലക്ഷ്യവും ക്ഷമയും കൊണ്ടാണ്. കോവിഡിന് മുൻപുള്ള ഒരു ലോകം, ഇന്നത്തെ OTT പ്ലാറ്റ്ഫോമുകളുടെ അതിപ്രസരമില്ലാത്ത, റീൽസുകളില്ലാത്ത, അത്രത്തോളം ഷോർട്ട് വീഡിയോസുകളില്ലാത്ത ലോകം അതിന് തിരിച്ചു വരില്ല. തടാകത്തിലെ പൂക്കൾക്ക് മുകളിൽ ഒഴുകി നടക്കുന്ന ടോണിയുടെ ആർക്ക് റിയാക്ടറാണ് ആ നിശബ്ദതയിൽ നമ്മൾ ഓർക്കുന്നത്. പ്രൂഫ് ദാറ്റ് ടോണി സ്റ്റാർക്ക് ഹാസ് എ ഹേർട്ട് എന്നെഴുതിയ ആ റിയാക്ടർ ഒരു തലമുറയുടെ ഓർമ്മകളുടെ സമാപനമാണ്. 2008 കെവിൻ ഫൈജിയും ജോൺ ഫാവ്രോയും റോബർട്ട് ഡൗണി ജൂനിയറും ചേർന്ന് തുടങ്ങിയ ഒരു യാത്ര. കോമിക് ബുക്കുകൾ കുട്ടികൾക്ക് മാത്രമുള്ളതല്ലെന്നും അതൊരു കോടിക്കണക്കിന് ഡോളറിൻ്റെ സാമ്രാജ്യമാണെന്നും ഹോളിവുഡിന് കാണിച്ചു കൊടുത്ത നിമിഷങ്ങൾ. ഇതോടെ മാർവലിൻ്റെ സുവർണ്ണ കാലഘട്ടത്തിൻ്റെ കഥ അവസാനിക്കുകയാണ്. മെഷീൻ പ്രവർത്തിച്ചു, ലക്ഷ്യം കണ്ടു. പക്ഷേ സ്ക്രീനിൽ ഇരുളടയുമ്പോൾ ഒരു തണുത്ത കാറ്റ് വീശുന്നുണ്ട്. കൊടുമുടി കീഴടക്കി കഴിഞ്ഞു. ഇനി ഇറക്കമാണ്. ഒരുമിച്ച് നിന്നിരുന്ന ആ യൂണിവേഴ്സ് ഇപ്പോൾ വിള്ളലുകൾ വീണ് തുടങ്ങിയിരിക്കുന്നു. ടൈം ലൈനുകൾ വഴിമാറുന്നു. ഡൂംസ്ഡേയുടെ ഭീഷണിയുണ്ട്. പഴയ ഹീറോ പോയി, പകരം അവരുടെ വേരിയൻ്റ് വന്നു. ഇനി വരുന്ന യുദ്ധം പ്രപഞ്ചത്തെ രക്ഷിക്കാനല്ല, മറിച്ച് ഈ ബ്രാൻഡിനെ തന്നെ എങ്ങനെ നിലനിർത്താനാകും എന്നുള്ളതിനെക്കുറിച്ചാണ്. പക്ഷേ അത് മറ്റൊരു പ്രപഞ്ചത്തിലെ മറ്റൊരു കാലത്തെ കഥയാണ്. അതുവരെ ഈ ചരിത്രം ഇവിടെ തന്നെ ഉണ്ടാകും. എൻഡ് ഗെയിം അവർ അത് വിജയിച്ചു. വി ലവ് യു 3000. ബൈ.